നെറികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമാണെങ്കിൽ ഞങ്ങൾ ധിക്കാരികൾ. മുഖ്യമന്ത്രിക്ക് പരോക്ഷ മറുപടിയുമായി അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നതോടെ കോൺഗ്രസ് പോഷക സംഘടനകളുമായി സർക്കാർ പ്രഖ്യാപിച്ച ശീതയുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. UDF സർക്കാർ നടത്തുന്ന നിയമനങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ അവഗണിക്കുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി നേരത്തെ പുച്ഛത്തോടെ തള്ളിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ പരസ്യമായി തന്നെ VD സതീശൻ KSUവിനെ തള്ളിപ്പറഞ്ഞതിന്റെ കലിപ്പിലാണ് അലോഷ്യസ് സേവ്യർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അലോഷ്യസ് സേവ്യർ സതീശന് മറുപടി നൽകിയിരിക്കുന്നത്. നെറികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമാണെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്ന് KSU പ്രസിഡന്റ് പറയുമ്പോൾ ഉന്നം VD സതീശൻ തന്നെയാണ്. ഇതിനു പിന്നാലെ വിഷയത്തിൽ വ്യക്തത തേടി അലോഷ്യസ് സേവ്യർ VD സതീശനെ കാണാൻ അനുമതി തേടിയെങ്കിലും ഫലമുണ്ടായില്ല. ക്ലിഫ് ഹൗസിന്റെ വാതിലുകൾ അടച്ചാണ് സതീശൻ മറുപടി പറഞ്ഞത്. RSS പ്രവർത്തകനെ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചത് സംബന്ധിച്ച് വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. CPM DYFI പ്രവർത്തകരെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിയമിച്ചതായും കോൺഗ്രസിനുള്ളിൽ വിമർശനമുണ്ട്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുകയും ചോരയൊഴുക്കുകയും ചെയ്ത പ്രവർത്തകരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ലീഡർമാരെ നിയമിക്കുന്നത് KSU കമ്മിറ്റി അല്ല എന്നായിരുന്നു പരിഹാസത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റിന് ലീഡർമാരെ നിയമിക്കുന്നതിൽ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ ക്ലിഫ് ഹൗസിലേക്ക് പാഞ്ഞെത്തിയത്. എന്നാൽ കാണാൻ പോലും കൂട്ടാക്കാത്ത സതീശന്റെ നടപടി KSU പ്രവർത്തകരുടെ ആത്മവിശ്വാസം കളഞ്ഞുകുളിക്കുന്നതാണ്. ഇതോടെ കടുത്ത അവഗണനയാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോടും പ്രസ്ഥാനത്തോടും കോൺഗ്രസ് കാണിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. KSU നേതാക്കളെ കാണാൻ പോലും കൂട്ടാക്കാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ടു പോകുന്നത്. UDF സർക്കാർ അധികാരമേറ്റതോടെ പല സ്ഥാനങ്ങളിലേക്കും നിയമനം നടക്കുന്നുണ്ട്. അവിടെയും പക്ഷേ KSUക്കാർക്ക് അയിത്തമാണ് കൽപ്പിക്കുന്നത്. പകരം ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ സഹിക്കാമായിരുന്നു. എന്നാൽ പല സ്ഥാനമാനങ്ങളും CPM അനുഭാവികൾ വരെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതി ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തര വകുപ്പിനുമെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ തന്നെയാണ് ആദ്യ വെടിപൊട്ടിച്ചത്. എന്നാൽ KSUവിനെ ഇളക്കിവിടുന്നതിന് പിന്നിൽ ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് VD ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളെ അവഗണിക്കുന്നു എന്ന വികാരത്താലാണ് KSU നേതൃത്വമെങ്കിലും ഇതിന് പിന്നിൽ അലോഷ്യസ് സേവ്യറും VD സതീശനും തമ്മിലുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായ അകൽച്ചയാണുള്ളത്. വഴിയിൽ കൂടി പോയ SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ലെന്നും സമരം ചെയ്ത് ചോരയൊഴുക്കിയ KSUക്കാരെ നേതാക്കൾ ഫോൺ ചെയ്താൽ പോലും കിട്ടുന്നില്ലെന്നുമുള്ള അലോഷ്യസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫലത്തിൽ VD സതീശന്റെയും KPCC നേതൃത്വത്തിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഒരു കാലത്ത് VD സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു അലോഷ്യസ് സേവ്യർ. KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അലോഷ്യസിനെ പ്രതിഷ്ഠിക്കാൻ അന്ന് A ഗ്രൂപ്പിന്റെ കടുത്ത എതിർപ്പുകളെ മറികടന്ന് വാശി പിടിച്ചത് സതീശനായിരുന്നു. സതീശന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ് അലോഷ്യസ് KSUവിന്റെ അമരത്തെത്തുന്നത്. എന്നാൽ ഭാരവാഹിത്വത്തിൽ എത്തിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ അധികാരമാറ്റങ്ങൾ മനസ്സിലാക്കിയ അലോഷ്യസ് പതുക്കെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് കൂടുമാറുകയായിരുന്നു. ഇത് സതീശനെ സഹിക്കാവുന്നതിനും അപ്പുറമായി. തന്നെ വളർത്തിയ നേതാവിനെ കൈവിട്ട് മറുപക്ഷത്തേക്ക് പോയ അലോഷ്യസിനോട് അന്ന് തുടങ്ങിയ രാഷ്ട്രീയ വൈരാഗ്യം സതീശൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് KSU നേതാക്കൾ പറയുന്നുണ്ട്. ഗ്രൂപ്പ് മാറ്റത്തോടെ VD സതീശന്റെ കണ്ണിലെ കരടായി മാറിയ അലോഷ്യസ് സേവ്യറിന് ഇതിന്റെ ഏറ്റവും വലിയ പ്രഹരം ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അലോഷ്യസിന് ഉറപ്പായി ലഭിക്കേണ്ടിയിരുന്ന അസംബ്ലി സീറ്റ് VD സതീശന്റെ കടുത്ത എതിർപ്പ് കാരണം മാത്രമാണ് നഷ്ടമായത്. ഇതിനു പിന്നാലെ തുടങ്ങിയ യുദ്ധമാണ് പുതിയ തലങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്.